കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുകയാണ്. ചീമേനി ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതിയുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട സമരസമിതി മന്ത്രിയെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചീമേനിയിൽ ആണവ നിലയമെന്ന പ്രസ്താവന വന്നതോടെ സമരപരിപാടികൾ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ഇവർ. ചീമേനിയിൽ ആണവ നിലയം എന്നതിലേക്ക് വൈദ്യുതി മന്ത്രി പോകുന്നത് കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ ജനകീയ സമര പരിപാടികളിലൂടെ പദ്ധതിയെ തൂത്തുമാറ്റുമെന്നും ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് 2023 ഇത് സംബന്ധിച്ച പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ശക്തമായ സമര പ്രതിഷേധങ്ങൾ ചീമേനിയിൽ നടന്നിരുന്നു. കേരളത്തിലെ സർക്കാർ ആണവ നിലയവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ചീമേനിയിലെ ജനങ്ങൾ അത് അനുവദിക്കാൻ തയ്യാറല്ല. ഇതുവരെ കണ്ടതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, സമര പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ പദ്ധതിയെ, ഈ ചീമേനിയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ആണവ പദ്ധതിയെ തൂത്തുമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പറയാനുള്ളത്. വൈദ്യുതി മന്ത്രി പറയുന്ന പ്രതിസന്ധി കേരളത്തിലുണ്ടെങ്കിൽ നിലവിലുള്ള 5 താപനിലയങ്ങൾ പ്രവർത്തിപ്പിക്കണം. ഇവ പ്രവർത്തിപ്പിക്കാത്തതിനാൽ സർക്കാർ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ ഫൈൻ നൽകുകയാണ്. ഈ ഒരു താപനിലയം പോലും ഇന്ന് പ്രവർത്തനക്ഷമമല്ല. അതിൻ്റെ പേരിൽ, അതായത് ഇത് പ്രവർത്തിപ്പിക്കാത്തതിൻ്റെ പേരിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ പിഴ ഇനത്തിൽ നൽകുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് നൽകുന്നത്. കേരളത്തിൽ മന്ത്രി പറയുന്ന അല്ലെങ്കിൽ KSEB പറയുന്ന ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിലവിലുള്ള ഈ താപനിലയങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ട് ആ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവന ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ MLA മാർ, MP, മന്ത്രിമാർ എന്നിവരെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കാസർഗോഡ്.